നമ്മുടെ ടോണിക്കുട്ടൻ വളരെ കുഞ്ഞായിരിക്കുമ്പോഴാണ് ഇവനെ കൂട്ടി ഞാൻ പുഴയിൽ പോയിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഞങ്ങൾ പുഴ കാണാൻ പോവാട്ടാ. പോകുന്നത് നമ്മുടെ തറവാടിന്റെ മുറ്റത്തു കൂടിയാണ്. ടോണിയുടെ കൂടെ ആടിപ്പാടി നാട്ടിലുള്ള കുറച്ച് കുറുമ്പന്മാരും കൂടെയുണ്ട്. ഫസ്റ്റ് ടോണി നേരെ ചെന്ന ഒരു കുടുംബ വീട്ടിലാണ്. പുതിയ സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ ടോണി നന്നായി മണം പിടിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ അമ്മാവൻ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം എന്തൊക്കെയോ കുശലങ്ങൾ പറയുന്നുണ്ടാ. ടോണിക്ക് അമ്മാവനെ നന്നായി ഇഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ എത്തിപ്പെട്ടത് പുതിയ അതിഥികൾ ആരൊക്കെ വന്നാലും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന പുതിയ പെരയിലാണ്. അങ്ങനെ അനിതീച്ചയോട് എന്തൊക്കെയോ കുശലം പറഞ്ഞ് ടോണി അവിടുന്ന് പോന്നു. ധാരാളം വീടുകൾ ഇനിയുണ്ട് കേട്ടാ. പക്ഷേ നമ്മുടെ ലക്ഷ്യം പുഴയാണ്. ഇടവഴിയിലൂടെ ധാരാളം നടന്ന് ലാസ്റ്റ് അങ്ങനെ പുഴയിലെത്തി. 90 കാലഘട്ടത്തിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ വന്ന് അടിഞ്ഞുകൂടിയ വലിയ മരങ്ങൾ ധാരാളം ഉണ്ട് പുഴയിൽ. ഞാനും ടോണിയും മരത്തിന്റെ മുകളിൽ കയറി നിന്ന് നല്ല പുഴക്കാറ്റാണ്ട് കൊണ്ട്. മരത്തിന്റെ വലുപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ. എന്തായാലും ഞാൻ എന്റെ കുളിപ്പരിപാടിയിലേക്ക് ഞാൻ തിരിഞ്ഞു. മുന്നേ എനിക്ക് നല്ല തടി ഉണ്ടായിരുന്നു. ഇപ്പൊ ആ തടിയെല്ലാം പോയി ഞാൻ വളരെ സ്ലിം ആയിരിക്കുന്നു. ടോണി കുളിക്കുന്നില്ലെന്ന് തോന്നുന്നു. അവൻ വെള്ളത്തിൽ ഇറങ്ങാൻ മടി കാണിക്കുന്നുണ്ട് കേട്ടാ. ഞാൻ കുളിക്കുന്ന സമയം അത്രയും അവൻ പുഴയിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ ആലോചിക്കുന്നു. ചിലപ്പോൾ അവൻ അവൻ്റെ കുടുംബത്തെ പറ്റിയായിരിക്കും ആലോചിക്കുന്നുണ്ടാവുക. അവൻ വളർന്നു വന്ന വഴികൾ, നാട്, സൗഹൃദങ്ങൾ, ബന്ധുക്കൾ, ഉയർച്ചകൾ. എന്തായാലും അവൻ താഴ്ചയിലേക്ക് പോവില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അവനെ ആലോചിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങൾ എങ്ങനെ യാത്ര തുടർന്നു. അപ്പോൾ കാണാട്ടാ.